നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് സത്യവ്രതൻ എന്ന ദ്രമിഡ രാജാവ് പിന്നെ വിവസ്വാന്റെ പുത്രനായി ജനിച്ചു എന്ന് പറഞ്ഞല്ലോ. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം. വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് വൈവസ്വതൻ എന്ന് പേര് വന്നു. അദ്ദേഹം ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായി. അദ്ദേഹം വൈവസ്വതമനു എന്ന പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹത്തിന് 10 പുത്രന്മാർ ജനിച്ചു. ഇക്ഷ്വാകു, നൃഗൻ, ശരിയാദി എന്ന് തുടങ്ങിയിട്ട്. അതിൽ കവി എന്ന ഒരാൾ ചെറുപ്പത്തിൽ തന്നെ ഇഹലോക വിഷയങ്ങളിൽ വിരക്തനായി സന്യാസിയായിട്ട് പോയി. പൃഷധ്രൻ എന്ന വേറൊരാൾ ചെറുപ്പത്തിൽ തന്നെ ഗുരുനാഥൻ്റെ ശാപവും മേടിച്ചു. എന്നാലും അദ്ദേഹം ജീവിതം പാഴാക്കി കളഞ്ഞില്ല. കാട്ടിലേക്ക് പോയി ഭഗവാനെ ഭജിച്ച് അദ്ദേഹം മുക്തനായി തീർന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അവശേഷിച്ചത് 8 പുത്രന്മാരായിരുന്നു. അവരുടെ പുത്രപൗത്ര പരമ്പരയുടെ കഥയാണ് 9ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ആ തലയിലെഴുത്തിൻ്റെ വലിപ്പം നല്ലോണം അനുഭവിച്ച കൂട്ടത്തിലാണ്. ആ കൂട്ടത്തിൽ മഹാത്മാക്കളും ആ വംശത്തിൽ ജനിക്കേണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ മഹാത്മാക്കളുടെ കഥയാണല്ലോ അനുസ്മരിക്കേണ്ടത്. അടുത്ത അധ്യായത്തിലെ ഒരു മഹാത്മാവിൻ്റെ കഥയാണ് വർണ്ണിക്കാൻ പോണത്. എല്ലാവരും ആ തലയിലെഴുത്തിൻ്റെ വലിപ്പം നല്ലോണം അനുഭവിച്ചിട്ടുള്ളവരാണ്. മഹാത്മാക്കളായ ആളുകളും ആ വംശത്തിൽ ജനിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലൊരു മഹാത്മാവിൻ്റെ കഥ ഇവിടെ വർണ്ണിച്ചു. അംബരീഷൻ എന്ന പേര്. ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് ഈശ്വരീയ കാര്യങ്ങളിൽ മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൽ ചെല്ലും, സ്വന്തം കൈകൊണ്ട് തന്നെ ക്ഷേത്രം ശുചീകരിക്കും, തുളസിപ്പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഭഗവാനെ അർച്ചന ചെയ്യും, എല്ലാ സമയത്തും നാമം ചെല്ലും, കീർത്തനങ്ങൾ പാടും, ഈശ്വരനെ പുരിയും. കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയായിരുന്നു. ഈ ചെറുപ്പത്തിൽ തന്നെ ഭക്തിമാർഗത്തിലേക്ക് കടന്ന ആളുകൾ ചോദിക്കും, എന്താ അതിങ്ങനെ, എന്താ വല്ല രോഗമോ അങ്ങനെ വല്ലതുണ്ടായോ എന്ന് ചോദിക്കും. ആപത്തുണ്ടായാലേ ഭഗവാനെ ഭജിക്കാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. എത്ര ആപത്തുണ്ടായാലും ഭക്തിമാർഗത്തിലേക്ക് കടക്കാൻ പറ്റാറില്ല പലർക്കും. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഭക്തി ഉണ്ടാവുക എന്നത് ഒരു പൂർവ്വസുഹൃതം എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനത്തെ ഒരു പൂർവ്വസുഹൃത്താണ് അംബരീഷന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ക്രമേണ ഗൃഹസ്ഥനായി. അതും കഴിഞ്ഞ് രാജാവായി, ചക്രവർത്തിയായി. 7 ദ്വീപുകളോടുകൂടിയ ഭൂമി മുഴുവനും അദ്ദേഹത്തിന് അധീനത്തിലായിരുന്നു. ഒടുങ്ങാത്തേടത്തോളം സമ്പത്തുണ്ടായിരുന്നു. ചതുരംഗ സേനകളും ഉണ്ടായിരുന്നു. അതിലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാപരിച്ചത്. ഇതൊക്കെ ഏത് സമയത്തും നശിച്ചു പോകാവുന്നതാണ്, നാശം ഇല്ലാത്തത് ഈശ്വരൻ മാത്രമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാജ്യകാര്യങ്ങൾ നിർവഹിക്കുക എന്നതുപോലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരപൂജയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഭക്തി കണ്ട് ഭഗവാൻ സന്തോഷിച്ചു. സുദർശന ചക്രത്തിനെ പറഞ്ഞയച്ചു. ചക്രം വന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. അംബരീഷൻ അപ്പം വിശ്രമിക്കാറായി. മധുവനത്തിൽ വന്ന് താമസം തുടങ്ങി. 1 കൊല്ലം ദ്വാദശി വ്രതവും അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. വെളുത്ത പക്ഷത്തിലാണ് ദ്വാദശി വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി നാളിൽ ഉപവാസം അനുഷ്ഠിക്കുക. ദ്വാദശി നാളിൽ വിശിഷ്ടന്മാരായ ആളുകൾക്ക് ആഹാരം കൊടുക്കുക. നിശ്ചിത സമയത്ത് പാരണ നിർവഹിക്കുക. ഇങ്ങനെയുള്ള ചില വിധി നിഷേധങ്ങളോടുകൂടിയതായിരുന്നു ഈ ദ്വാദശി വ്രതാനുഷ്ഠാനം. 11 ദ്വാദശി വ്രതവും ഭംഗിയായിട്ട് അദ്ദേഹം അനുഷ്ഠിച്ചു. 12ാമത്തെ ദ്വാദശി വ്രതം തുടങ്ങി. അന്ന് ആ ദ്വാദശി നാളിൽ ദുർവാസസ് മഹർഷി വന്നു. അംബരീഷൻ ക്ഷണിച്ചു, വരൂ ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന്. എന്നിട്ട് പോയി കാളിന്തിപ്പുഴയിൽ അങ്ങോട്ട് മുങ്ങിയപ്പോഴേ നിമമജ്ജബൃഹധ്യായൻ കാളിന്തി സലിലേ ശുഭേ, നല്ല തെളിഞ്ഞ വെള്ളം. മഹർഷിക്ക് അങ്ങോട്ട് മുങ്ങിയപ്പോഴേ പൊങ്ങണമെന്നേ തോന്നിയില്ല. അങ്ങനെ മുങ്ങിക്കിടന്ന് ധ്യാനം തുടങ്ങി. അംബരീഷൻ ഇവിടെ ഇങ്ങനെ കാത്തിരുന്നു. പാരണയുടെ സമയം അതിക്രമിക്കാറായി തുടങ്ങി. അങ്ങനെ അതിക്രമിച്ചാൽ പാരണ മുടങ്ങും. അപ്പോൾ വ്രതത്തിന് ഭംഗം വരും. അത് ഏതായാലും വയ്യ. മഹർഷി വരണതിന് മുമ്പ് അത് നിർവഹിച്ചാലോ? അപ്പോൾ അതിഥിയെ അനാദരിക്കുക എന്നൊരു ദോഷം വരുമോ? ഇതിൻ്റെ ഗുരുത്വം ലഘുത്വം ഒക്കെ അദ്ദേഹം നല്ലോണം പരിശോധിച്ചു. അവസാനം പാരണ നിർവഹിക്കുക നിശ്ചയിച്ചു. വെള്ളം കയ്യിലെടുത്തു. എന്നിട്ട് ഭഗവാൻ പ്രസാദിക്കണേ എന്ന് നല്ലോണം പ്രാർത്ഥിച്ചു. നാരായണ നാരായണ നാമം ജപിച്ചു. അദ്ദേഹം ആ വെള്ളം കുടിച്ചു. അപ്പോൾ പാരണ നിർവഹിക്കൽ കഴിഞ്ഞു.
മുങ്ങിക്കിടന്ന് ധ്യാനിക്കുന്ന ദുർവാസസ് മഹർഷിക്ക് തോന്നി ഇത് തന്നെ അനാദരിക്കലാണ് എന്ന്. എന്നിട്ട് പിന്നെ അദ്ദേഹം ആ ജടാമുടി പിടിച്ചൊലച്ചുകൊണ്ടൊരു വരവുണ്ട്. ക്ഷിപ്യൻ ക്രുധോദ്ധൃത ജടോ വിതതാനകൃത്യാം. ഭൂമി കുലുക്കിക്കൊണ്ടുള്ള വരവാണ്. ജടാമുടി പിടിച്ചൊന്നങ്ങോട്ട് കുലുക്കി. അതിൽ നിന്ന് ഒരു വലിയ പിശാചുണ്ടായി, കൃത്യ. ആ കൃത്യ കയ്യിൽ വാളോങ്ങിക്കൊണ്ട് അംബരീഷനെ നിറക്കാൻ ചെന്നപ്പോഴേ അദ്ദേഹം ഒരടി അങ്ങോട്ട് മാറി നിന്നില്ല. അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ട് തന്നെ രക്ഷിക്കാൻ ഭഗവാനുണ്ട് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കാതെ കണ്ടിരുന്നതും. പെട്ടെന്ന് ഭഗവാന്റെ സുദർശന ചക്രം അവിടെ വന്നു. ഈ കൃത്യയെ അങ്ങ് ദഹിപ്പിച്ചു. പിന്നെ കൃത്യയെ പറഞ്ഞയച്ച ദുർവാസസ് മഹർഷിയുടെ പിന്നാലെയും ചെന്നു. ദുർവാസസ് ഓടി, സുദർശന ചക്രം പിന്നാലെ. യഥോ യഥോ ധാവതി തത്ര തത്ര. എവിടെ ദുർവാസസ് എത്തിച്ചേർന്നു അവിടെയൊക്കെ സുദർശന ചക്രം. ഭൂമിയിൽ ഒരിടത്തും രക്ഷ കിട്ടിയില്ല. ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ ചെന്നു, അവിടെയും രക്ഷ കിട്ടിയില്ല. ശിവന്റെ ലോകത്തിൽ ചെന്നു, അവിടെയും രക്ഷ കിട്ടിയില്ല. അവസാനം ഭഗവാന്റെ ലോകത്തിൽ ചെന്നു. ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് അജാനത, അവിടുത്തെ മാഹാത്മ്യം എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ചെയ്തു പോയതാണേ, അവിടുന്ന് പൊറുക്കണേ എന്നൊക്കെ കേമായിട്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് സമസ്താപരാധം പറഞ്ഞു. ഭഗവാൻ അപ്പം പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ അത്ര ശരിയാവില്ല. അംബരീഷൻ അദ്ദേഹത്തിൻ്റെ വകയൊക്കെ ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വകയൊക്കെ അങ്ങോട്ടും കൊടുത്തു. ഇപ്പോൾ ശംഖചക്രം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അധീനത്തിലാണ്. അങ്ങോട്ട് ചെന്നാൽ അങ്ങക്ക് രക്ഷ കിട്ടും. ദുർവാസസ് പിന്നെ മടിച്ച് അവിടെ അങ്ങ് നിന്നു. ഭഗവാൻ പറഞ്ഞു, അങ്ങക്ക് ജ്ഞാനമുണ്ട്, തപസ്സുണ്ട്, എല്ലാം ഉണ്ട്, ഇതൊക്കെ കൊള്ളാം. ആർക്ക്? വിനയമുള്ളവർക്ക്. വിനയമില്ലാത്തവർക്ക് ഇതൊക്കെ ദോഷമായിട്ടാണ് വരിക. അങ്ങക്ക് ഈ ജ്ഞാനവും തപസ്സും ഒക്കെ ദോഷമായിട്ട് വന്നോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. വിനയം എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ, അത് അംബരീഷനെ കണ്ടാൽ അങ്ങക്ക് മനസ്സിലാവൂ. മഹർഷി അവിടെ നിന്നും പോന്നു. മധുവനത്തിൽ വന്ന് നോക്കിയപ്പോഴേ അംബരീഷൻ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് പ്രാർത്ഥിക്കണു? മഹർഷിക്ക് ആപത്തൊന്നും വരരുതേ, മഹർഷിക്ക് ആപത്ത് വരരുതേ എന്നാണ് പ്രാർത്ഥന. ഒരു കൊല്ലം ഈ സുദർശന ചക്രം മഹർഷിയുടെ പിന്നാലെ ഓടി. എന്നിട്ടോ മഹർഷിയുടെ ഒരു രോമം കരിഞ്ഞു പോയില്ല. എന്താ കാരണം? അംബരീഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണു എന്നുള്ളത് തന്നെ. ആ ഭക്തോത്തമൻ്റെ മുമ്പിൽ മഹർഷി വീണ് നമസ്കരിച്ചു. അംബരീഷൻ കണ്ണു തുറന്നപ്പോൾ സുദർശന ചക്രം ഇങ്ങനെ ആളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണു. ആ ചക്രത്തിൻ്റെ മുമ്പിൽ അംബരീഷൻ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ദ്വിജോഭവതു വിജ്വരഹ, ഈ ദുർവാസസിന് ആപത്ത് വരരുതേ എന്ന്. അതോടുകൂടി ചക്രം മറിഞ്ഞു പോവുകയും ചെയ്തു. ദുർവാസസ് നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ചക്രത്തിനെ കാണാനേ ഇല്ല. തൻ്റെ പ്രാണനെ രക്ഷിച്ച ആളല്ലേ ഈ അംബരീഷൻ. ആ സ്നേഹത്തോടുകൂടി കൃതജ്ഞതയോടുകൂടി മഹർഷി ആലിംഗനം ചെയ്തു. അന്ന് രാജാവ് വിളമ്പിക്കൊടുത്ത ആഹാരമൊക്കെ കഴിച്ചു. മഹർഷി അവിടുന്ന് യാത്രയും പറഞ്ഞങ്ങോട്ട് പോന്നു. ഇത്രയും കേട്ടാൽ ആർക്കും തോന്നും ദുർവാസസ് ആകെ ഒരു അപകടക്കാരനാണ് എന്ന്. പക്ഷേ നമ്മളടുത്തോളൊന്നും ഇല്ല അപകടം എന്ന് വേണം വിചാരിക്കാൻ. നമുക്കാർക്കെങ്കിലും ഇതുപോലെ ഒരബദ്ധം പറ്റി നോക്കിയാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ 4 പേരുള്ള ദിക്കിലേക്കേ പോവില്ല. കുറേ കാലം കഴിഞ്ഞാൽ ആളുകൾ ഇതൊക്കെ മറക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞാലാണ് കുറേശ്ശെ 4 പേരുള്ള ദിക്കിലേക്ക് ചെല്ലുക. ഇനി അതല്ലാന്ന് വെച്ചാലോ, ഇതിനേക്കാളും വലിയ അബദ്ധം വേറെ വല്ലവർക്കും പറ്റണം, എന്നാലും സമൂഹത്തിലേക്ക് ചെല്ലാം എന്നാവും. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ദുരഭിമാനം ആണ്. ദുർവാസസ് അങ്ങനെ ആയിരുന്നില്ല. ഒരാളെ കണ്ടാൽ അപ്പോൾ ഈ കാര്യം തുറന്നങ്ങ് പറയും. അഹോ അനന്തദാസാന അമ്മഹത്വം ദൃഷ്ടം, ഞാൻ ഭഗവത് ഭക്തന്മാരുടെ മാഹാത്മ്യം നേരിട്ട് കണ്ടു. ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അങ്ങോട്ട് ദ്രോഹിക്കാത്തവരാണ് ഭക്തന്മാർ. ഞാൻ അംബരീഷനെ കൊല്ലാൻ നോക്കി, ഞാനാണ് ആപത്തിൽപ്പെട്ടത്, ഒടുവിൽ അംബരീഷനാണ് എന്നെ രക്ഷിച്ചത്. ഇങ്ങനെ ഭക്തന്മാർക്ക് മകുടോദാഹരണം ആണ് അംബരീഷൻ. ഇങ്ങനെ അംബരീഷൻ്റെ കീർത്തി ഇങ്ങനെ ഓരോ ദിക്കിൽ ചെന്നങ്ങനെ പ്രശംസിച്ചു ദുർവാസസ്. അതാണ് ആ മഹർഷിയുടെ മാഹാത്മ്യം. ഇങ്ങനെ ദുർവാസസിനെ പോലുള്ള ഋഷീശ്വരന്മാരുടെ ശാപത്തിനെപ്പോലും അതിജീവിക്കാൻ കഴിവുള്ള മഹാത്മാക്കൾ ഈ സൂര്യവംശത്തിൽ പിറന്നിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള അംബരീഷൻ്റെ കഥ സ്മരിക്കുന്നത് പോലും പുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ പുത്രപൗത്ര പരമ്പരയുടെ കഥയാണ് വർണ്ണിക്കാൻ തുടങ്ങിയത്. ചിലരുടെ കഥ വിസ്തരിച്ച് പറയും, ചിലരുടെ കഥ ചുരുക്കിയേ പറയുള്ളൂ, ചിലരുടെ പേര് മാത്രം പറയും. അങ്ങനെയാണ് ശ്രീശുകൻ ഓരോന്ന് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ കഥ കേട്ടാൽ അത്യത്ഭുതം എന്ന് തോന്നിപ്പോകും. അതിൽ ഒരാളുടെ കഥ, യുവനാശ്വൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പത്നിമാർ അനവധി ഉണ്ടായിരുന്നു, പക്ഷേ പുത്രൻ ജനിച്ചില്ല.
മഹർഷിമാർ പറഞ്ഞു, അങ്ങയ്ക്ക് പുത്രൻ ജനിക്കാൻ യോഗമുണ്ട്, വരൂ കാട്ടിലേക്ക് പോവാ, ഒരു വ്രതം അനുഷ്ഠിക്കണം, പത്നിമാരെയും വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പത്നിമാരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി. മഹർഷിമാരും കാട്ടിൽ ചെന്നു. എന്നിട്ട് ഒരു കുടത്തിൽ നിറച്ച് വെള്ളം മഹർഷിമാർ വെച്ചു. എന്നിട്ട് ആ കുടത്തിൽ അവർ പൂജയൊക്കെ ചെയ്തു. 12 ദിവസം പൂജ ചെയ്യണം. എന്നിട്ട് ആ ജലം പത്നിമാർ സേവിക്കണം. അതായിരുന്നു മഹർഷിമാരുടെ സങ്കല്പം. 11 ദിവസം ഭംഗിയായിട്ട് പൂജ ചെയ്തു. അന്ന് അർദ്ധരാത്രി സമയത്ത് ഈ യുവനാശ്വൻ അവിടെ കണ്ണു തുറന്നു. വെള്ളം കുടിക്കാൻ വൈകി. കുടത്തിൽ നിറച്ച് വെള്ളമൊഴിക്കുന്നത് കണ്ടു. അദ്ദേഹം അത് മുഴുവനും അങ്ങോട്ട് കുടിച്ചു. കുടം അവിടെ കമിഴ്ത്തി വെച്ചു. പിറ്റേ ദിവസം മഹർഷിമാർ പൂജിക്കാൻ വന്നപ്പോൾ കുടം കമിഴ്ന്നിരിക്കണു. ഇതിലെ വെള്ളം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഈ യുവനാശ്വൻ പറഞ്ഞു, ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിവൃത്തിയൊന്നുമില്ല. ഈശ്വരായ നമശ്ചക്രു അഹോ ദൈവബലം ബലം. തലയിലെടുത്ത് അനുഭവിക്കാതെ ഇട്ട് പറ്റില്ല ആർക്കായാലും. അങ്ങനെ അദ്ദേഹം ഗർഭം ധരിച്ചു. 10ാമത്തെ മാസത്തിൽ അദ്ദേഹം പ്രസവിച്ചു. അത് എങ്ങനെ? കുക്ഷിം നിർഭിദ്യ ദക്ഷിണം എന്നാണ്. ആ വയറിൻ്റെ വലതുവശം പിളർന്ന് അങ്ങനെയാണ് അത്രയും മകൻ പുറത്തേക്ക് വന്നത്. എത്ര സമത്വമുണ്ടായാലും സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു അതേവരെയുള്ള ചരിത്രം. പുരുഷന്മാർക്കും പ്രസവിക്കാൻ പറ്റും എന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. പക്ഷേ പിന്നെയാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് ഒരു കാര്യം എന്താണെന്നോ, സ്ത്രീകൾ തന്നെയാണ് ഭേദം പ്രസവിക്കാൻ. ഇപ്പം ജനിച്ച ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ആരുമില്ല. ഒടുക്കം ദേവേന്ദ്രൻ കയ്യിൽ കുറച്ച് അമൃതമായിട്ട് വന്നു എന്നും വിരല് അമൃതിങ്ങനെ മുക്കി ആ രാജകുമാരൻ്റെ വായിൽ വെച്ച് കൊടുത്തു എന്നാണ് ഇവിടെ കഥ. മാം ധാതാ വത്സ മാ രുദീഹി, കരയണ്ട, നീ എൻ്റെ വിരൽ കുടിച്ചോ എന്നൊക്കെ ദേവേന്ദ്രൻ പറഞ്ഞു അത്ര. മാം ധാത എന്ന് പറഞ്ഞ് വിരൽ കുടിപ്പിച്ചത് കൊണ്ട് ആ മകന് മാന്ധാതാവെന്ന് പേരിട്ടു. ഈ മാന്ധാതാവ് ഇങ്ങനെ വളർന്നു വന്നു. അദ്ദേഹം രാജാവായി. അദ്ദേഹത്തിന് അനവധി പെൺകുട്ടികളുണ്ടായിരുന്നു. 50 ഒറ്റ ഉണ്ടായിരുന്നു. അക്കാലത്ത് സൗഭരി എന്ന പേരുള്ള മഹർഷി അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. യാതൊരു വിധത്തിലും തൻ്റെ തപസ്സിന് ഭംഗം വരരുത്. വെള്ളത്തിൽ മുങ്ങിക്കിടന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്, കാളിന്തിപ്പുഴയിൽ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ ഈ ആൺമത്സ്യവും പെൺമത്സ്യവും കുട്ടി മത്സ്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കെട്ടിമറിഞ്ഞ സ്നേഹമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് കണ്ടു. അദ്ദേഹത്തിന് അപ്പോൾ തോന്നി, എനിക്കും വേണം ഭാര്യയും കുട്ടികളും ഒക്കെ. എന്താ അപ്പോൾ കുടുംബജീവിതത്തിലൊരു ദോഷം? നേരെ മാന്ധാതാവിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങക്ക് 50 പെൺകുട്ടികളില്ലേ, ഒരു കുട്ടി എനിക്ക് തരുമോ? മാന്ധാതാവ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കേശാദിപാദം ഇങ്ങനെ നോക്കി. ഈ വെള്ളത്തിൽ കിടന്ന് വഴുവഴുപ്പൻ ശരീരമായിട്ടാണ്, നീണ്ട താടിയും ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. മഹർഷിയാണ് ചോദിക്കണത്, തരില്ല എന്ന് പറയാൻ ധൈര്യം പോരാ. മാന്ധാതാവ് പറഞ്ഞു, മഹർഷേ അന്തഃപുരത്തിലേക്ക് ചെന്നോളൂ, അവിടെ ഉണ്ട് കുട്ടികളൊക്കെ. അങ്ങയുടെ കൂടെ വരാൻ ഏത് കുട്ടിക്കാണ് സമ്മതമുള്ള വെച്ചാൽ കൊണ്ടുപോക്കോളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞതിൻ്റെ അർത്ഥം മഹർഷിക്ക് മനസ്സിലായി, തൻ്റെ കൂടെ ഒരു കുട്ടിയും വരില്ല എന്നുള്ള വിശ്വാസത്തുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞതേ. അദ്ദേഹം കാമദേവനെ പോലെ അങ്ങോട്ട് സുന്ദരനായി. എന്നിട്ട് അന്തഃപുരത്തിലേക്ക് അങ്ങോട്ട് ചെന്നു. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരാൻ നിങ്ങളിൽ ആർക്കാണ് സമ്മതമുള്ള വെച്ചാൽ വരാം. ഇത് കേൾക്കേണ്ട താമസം. ഒരാൾ പറഞ്ഞു എനിക്ക് സമ്മതമാണ്, മറ്റാൾ പറഞ്ഞു എനിക്ക് അതിലേറെ സമ്മതമാണ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു എനിക്കാണ് ഏറ്റവും സമ്മതം. എന്തിനു പറയണോ, അവർ തമ്മിൽ ഞാനാണ് എന്ന് പറഞ്ഞു. ഒടുക്ക അദ്ദേഹം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, എല്ലാവരെയും ഞാൻ കല്യാണം കഴിയാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ തെല്ലിക്കൂടെ. 50 പേരെയും അദ്ദേഹം കൊണ്ടങ്ങോട്ട് നടന്നു. ഇതാണ് തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ. ഒരു കുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വന്നെങ്കിലോ എന്ന് പേടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്ത് അദ്ദേഹത്തിന് 50 പെൺകുട്ടികളെ വിവാഹം ചെയ്യേണ്ടി വന്നു. കുറച്ചു കാലം അങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അല്ല, ഭഗവാൻ തന്നെ പറ്റിച്ചു എന്ന്. അദ്ദേഹം അപ്പം തന്നെ അവരോട് യാത്രയും പറഞ്ഞോട്ടോ, അതെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാട്, എനിക്ക് എൻ്റെ പാട്, ഞാൻ സന്യസിച്ച് ഈശ്വരനെ ഭജിക്കാൻ പോവുക. അപ്പം തന്നെ അദ്ദേഹം പോവുകയും ചെയ്തു. ഈ 50 പേരും സന്യാസിനിമാരായിട്ട് പിന്നെ ഈശ്വരനെ ഭജിക്കാനായിട്ട് പോയി. ആ പോണ വഴിക്ക് അദ്ദേഹം ഒരു സന്ദേശം എഴുതി വച്ചു. ഇനിയുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള മട്ടിൽ. എന്താ അദ്ദേഹം എഴുതി വച്ചത്? സംഘം ത്യജേത മിഥുനവ്രതിനാം മുമുക്ഷുഹു. ഇതാണ് എഴുതി വച്ചത്. മുക്തി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ യാതൊരു തരം സംഘവും പറ്റാതെ കൊണ്ട് നോക്കണം. മത്സ്യത്തിനോട് സംഘം പറ്റിപ്പോയി, അതുകൊണ്ടാണ് തനിക്ക് ഈ അബദ്ധം പറ്റിയത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ തലയിലെഴുത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ സഗരൻ്റെ പുത്രന്മാർ, അതിൽ അംശുമാൻ, ദിലീപൻ, ഭഗീരഥൻ ഇങ്ങനെയുള്ളവരൊക്കെ കഥ പറഞ്ഞു. ഈ പരമ്പര ഇങ്ങനെ വർണ്ണിച്ച് ഖട്വാങ്കൻ എന്ന ഒരാൾ
അദ്ദേഹത്തിൻ്റെ വിശേഷം എന്താണെന്നോ, അധർമ്മം ചെയ്തില്ല എന്നല്ല, അധർമ്മം ചെയ്യാനൊരു വാസന പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലാണ് അജൻ, ദശരഥൻ ഇവരൊക്കെ ജനിച്ചത്. ദശരഥൻ്റെ പുത്രന്മാരായി ഭഗവാൻ 4 സ്വരൂപത്തിൽ അവതരിച്ചു എന്നുള്ള കഥ അടുത്ത അധ്യായത്തിൽ. ശ്രീരാമാവതാര കഥ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.